ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായതെല്ലാം തന്നെ തീർത്തും സർപ്രൈസ് സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ്. ആ ലോക്സഭാ മണ്ഡലത്തേക്ക് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലാമറുള്ള ഒരു ദേശീയ നേതാവിനെ തന്നെ വേണം. കാരണം ഇവിടെ മത്സരിക്കുന്നത് ശശി തരൂരാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനോട് കിടപിടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ തന്നെ തങ്ങൾക്ക് വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ നിർമ്മല സീതാരാമോ അല്ലെങ്കിൽ എസ് ജയശങ്കറോ പോലുള്ള അത്രയും അറിയപ്പെടുന്ന ആരെങ്കിലും വേണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു സംസ്ഥാന നേതൃത്വം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഈ രണ്ട് സ്ഥാനാർത്ഥികളല്ലാതെ തന്നെ തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുണ്ടായിരുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ഒരുപക്ഷെ ശശി തരൂരിനെ നേരിടാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതേസമയം തന്നെ വളരെ വലിയ രീതിയിലേക്ക് ചർച്ചയും വിവാദവുമെല്ലാമായതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് ബി.ജെ.പി ലഭിച്ചതിന് ശേഷം PC തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ള ചില വിചാരങ്ങൾ യഥാർത്ഥത്തിൽ PC സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും M5 ന്യൂസിനോട് പോലും പ്രതികരിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ താനല്ലാതെ വേറെ ആര് എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ വളരെ സസ്പെൻസോടുകൂടി തന്നെയാണ് അനിൽ ആന്റണി രംഗപ്രവേശനം ചെയ്യുന്നത്. അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള AK ആന്റണിയുടെ മകനായിട്ടുള്ള അനിൽ ആന്റണിയെയാണ് പത്തനംതിട്ടയിൽ ബി.ജെ.പി കളത്തിലിറക്കിയത്. യഥാർത്ഥത്തിൽ PC സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. മാത്രമല്ല PC-യുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അനിൽ ആന്റണിക്ക് സ്വീകാര്യത കുറയാനുള്ള സാധ്യതയുണ്ടെന്നും ജനങ്ങൾക്ക് ആദ്യമേ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നും അത്തരത്തിലുള്ള ചില വാദങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു അന്വയ നീക്കത്തിലേക്ക് അനിൽ ആന്റണി പിന്നീട് പ്രവേശിക്കുകയായിരുന്നു. എന്തു തന്നെയാണെങ്കിലും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്കെല്ലാം തന്നെ സാക്ഷ്യം വഹിക്കേണ്ട ഒരു സ്ഥിതി തന്നെയായിരുന്നു. തൃശ്ശൂരിൽ പക്ഷേ നേരെ തിരിച്ചായിരുന്നു സ്ഥിതിവിശേഷങ്ങളെല്ലാം തന്നെ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ സുരേഷ് ഗോപി തന്നെ ആദ്യമേ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും അതെല്ലാം തന്നെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതെല്ലാം തന്നെ ശരിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിലുണ്ടായത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, ആലപ്പുഴ ലോക്സഭാ മണ്ഡലവും എല്ലാം തന്നെ ആറ്റിങ്ങൽ ആദ്യമേ മുരളീധരൻ തന്നെ തനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ ആലപ്പുഴയിൽ ആറ്റിങ്ങൽ ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ശോഭാ സുരേന്ദ്രനെ വീണ്ടും ആലപ്പുഴയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കാസർഗോഡാണെങ്കിലും വളരെ പാരമ്പര്യമുള്ള, വളരെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് അശ്വിനി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി കളത്തിലിറക്കിയിരിക്കുന്നത്. എന്ന് തന്നെയാണെങ്കിലും ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത് അത് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളെല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വന്നു. എന്നാൽ പ്രതീക്ഷിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ പിന്തള്ളപ്പെടുകയും ചെയ്ത വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയിലേക്കെല്ലാം തന്നെ നീക്കിയ ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചർച്ചയാകുമെന്നും അതിൻ്റെ അന്തിമ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവിടുമെന്നും പറയുന്ന സാഹചര്യത്തിൽ അവിടെ ചർച്ചയാകുന്നത് പത്മജ വേണുഗോപാലിൻ്റെ ബി.ജെ.പിയിലേക്കുള്ള നീക്കമാണ്. പത്മജ വേണുഗോപാൽ ആദ്യം ബി.ജെ.പിയിലേക്ക് ചേർന്ന സമയത്ത് അവർ ചാലക്കുടിയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ മാളയോട് അല്പം അടുത്ത് നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ചാലക്കുടി എന്ന് പറയുന്നത്. മാള എന്ന് പറയുന്നത് കരുണാകരൻ്റെ ഇരുത്തം വന്ന അല്ലെങ്കിൽ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മണ്ഡലത്തിനോട് ചേർന്ന് തന്നെ മകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അവിടെ വലിയ തരത്തിലുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചാലക്കുടിയിൽ നിന്ന് തന്നെയാണെങ്കിലും BDJS വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയും ചാലക്കുടിയിൽ നിന്ന് പത്മജ പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതേസമയം തന്നെ പിന്നീട് പത്മജ വയനാട്ടിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ CPIയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ആനി രാജയുമാണ് വരുന്നത്. സ്വാഭാവികമായും അവിടെ പത്മജ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയാവുകയാണ്. കാരണം കേരളത്തിലെ അത്ര വലിയ ഒരു നേതാവിൻ്റെ മകൾ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു നേതാവിൻ്റെ മകൾ, കോൺഗ്രസ് നേതാവിൻ്റെ മകളായ പത്മജ രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റുമുട്ടുന്നു എന്നുള്ള തരത്തിൽ അത് വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് തന്നെ നയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു ദേശീയ ചർച്ച ഉന്നമിച്ചുകൊണ്ട് തന്നെ
തന്നെയാണ് പത്മജ വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ പിന്നീട് ആ വാർത്തകളെല്ലാം തന്നെ കെട്ടടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുടെ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അവിടെ പത്മജയ്ക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ന് തന്നെയാണെങ്കിലും പത്മജയെ BJP കൈവിടില്ല എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഏതാണ് ലോക്സഭാ മണ്ഡലം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഒരർത്ഥത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും വയനാട് ലോക്സഭാ മണ്ഡലമാകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ ഏറെ താമസിച്ചു എന്നുള്ളൊരു വിമർശനം BJP നേതൃത്വത്തിന് നേരെ ഉയരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സഖ്യകക്ഷികളുമായുള്ള സീറ്റിൽ ധാരണയിലെത്താനായിട്ട് വൈകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ധാരണയിലെത്താൻ വൈകിയതിൻ്റെ പേരിലാണ് ഈ സീറ്റ് അല്ലെങ്കിൽ ഇത്തരമൊരു രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇത്ര കണ്ട് വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി BJP ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഒഡീഷ, മഹാരാഷ്ട്ര, ആന്ധ്ര, ഹരിയാന, കർണാടക, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ സഖ്യത്തിൻ്റെയും സീറ്റിൻ്റെയും കാര്യത്തിലുള്ള ധാരണ ആ ഒരു കാര്യത്തിലും ഇന്ന് ഒരു ധാരണയിലെത്തും. അതേ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ന് തന്നെയാണെങ്കിലും ഇന്ന് വൈകുന്നേരം ചേരുന്ന യോഗത്തിലുണ്ടാകും. അതേസമയം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ കൂടി പെൻഡിംഗ് ആണ്. അതായത് 4 മണ്ഡലങ്ങളിലെ കൂടി സ്ഥാനാർത്ഥികളെ ഇനി പ്രഖ്യാപിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ 4 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ കൂടി ഇന്ന് എന്ത് തന്നെയാണെങ്കിലും BJP ഇന്ന് പുറത്തുവിടുമെന്നുള്ളത് തന്നെയാണ്. അതേ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ തന്നെയാണ് ഇപ്പോഴും വലിയൊരു പ്രതീക്ഷയും കൗതുകവുമായി മുന്നിട്ട് നിൽക്കുന്നത്. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാനായിട്ട് സാധിച്ചില്ല. പലപ്പോഴും അവർക്ക് പരാജയം തന്നെയാണ് ലഭിച്ചത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ അവർ വലിയൊരു ലെഗസിയുമായി പിന്നീട് BJPയിലേക്ക് ചേക്കേറുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും പത്മജയെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്ന വലിയൊരു ആശങ്കയും വലിയ തരത്തിലുള്ള ഒരു ചോദ്യവും അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. കാരണം എങ്ങനെയായിരിക്കാം പത്മജയെ BJP ട്രീറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് BJPയിൽ പത്മജയുടെ വിജയം എന്നുള്ള കാര്യം ഒരർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്ര കണ്ട് ആവേശത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത് വലിയ തരത്തിലുള്ള കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്.